അസ്സലാമു അലൈക്കും. ഹലോ എവറി വൺ, നമസ്കാരം. വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ബോംബെ ബിരിയാണി മസാല പൗഡർ ആയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഒരു ബോംബെ ബിരിയാണി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോംബെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞു എന്നോട് ബോംബെ ബിരിയാണി മസാല അവർ പുറത്തു നിന്നാണ് വാങ്ങിക്കാറെന്ന്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ബോംബെ ബിരിയാണി മസാല എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് വേണ്ടത് ചെറിയ ജീരകം. ചെറിയ ജീരകം എന്ന് വെച്ചാൽ നല്ല ജീരകം, 1 ടീസ്പൂണ് ചെറിയ ജീരകം. പിന്നെ വേണ്ടത് കാടമം, ഏലക്കായ. ഏലക്കായ അത് നോർമൽ ഏലക്കായാണ്, അത് ഒരു 4-5 പീസ്. ഇവിടെ ഒരു 6 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ തന്നെ കുരുമുളക്. അത് പൊടിയായാലും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെയാണ് നല്ലത്. പിന്നെ വേണ്ടത് 2 കറുത്ത കാടമം, കറുത്ത ഏലക്കായ. പിന്നെ വേണ്ടത് ജാതിക്കയാണ്. ജാതിക്ക പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു 1/2 പീസ്. പിന്നെ വേണ്ടത് ക്ലോവ്സ്, ഗ്രാമ്പൂ. അതൊരു 1/2 ടീസ്പൂണാണ് ഗ്രാമ്പൂ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അധികം പരിചയമില്ലാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. ആലു ബുഹാര എന്ന് പറയും. ഇത് ഡ്രൈഡ് പ്ലംസ് ആണ്. ഇത് വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ലൂസായിട്ട് വാങ്ങാൻ കിട്ടും, പാക്കറ്റായിട്ട് കിട്ടും, അങ്ങനെ. അപ്പോൾ ഡ്രൈഡ് പ്ലംസ് അല്ലെങ്കിൽ ആലു ബുഹാര എന്ന് ചോദിച്ചാൽ അവരെടുത്ത് തരും. പിന്നെ വേണ്ടത് സിനമൺ സ്റ്റിക്കാണ്. അതൊരു മറ്റേ പട്ടയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കറുവാപ്പട്ടയുടെ പട്ടയുടെ ഇലയാണത്. പിന്നെ ജാതിപത്രിയാണ് വേണ്ടത്. ജാതിപത്രി എൻ്റെ അടുത്ത് ഇല്ലാത്തത് കാരണം ജാതിപത്രിയുടെ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു സ്റ്റാർ ഐൻസ്. പിന്നെ പൊടികളായിട്ട് വേണ്ടത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് സോൾട്ട്. ഇവിടെ ഈ ബോംബെ മസാലയിലൊക്കെ അവർ സോൾട്ട് നന്നായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മസാലയിൽ അത്യാവശ്യം തന്നെ സോൾട്ട് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ആക്കുമ്പോൾ ഉപ്പിടാൻ. ഈ ആലു ബുഹാര എന്ന് പറഞ്ഞത് ഒരു ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ്, എൻഹാൻസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. കാരണം ഇതിന് പ്രത്യേകിച്ചൊരു ഫ്ലേവറൊന്നുമില്ല, ഒരു ചെറിയ പുളിപ്പ് ഫ്ലേവറാണ് തരുന്നത്. അപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവരത് ബിരിയാണിയിലും ഇടും. അപ്പോൾ അത് കുഴപ്പമില്ല. ഞാനിത് ഇല്ലാണ്ട് ഈ ബോംബെ ബിരിയാണി വെച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നുള്ളതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് പൊടിച്ചെടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യമായിട്ട് ചെറിയ ജീരകം ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കുറച്ച് ചെറിയ ജീരകം നമ്മൾ ലെഫ്റ്റ് ചെയ്ത് വെക്കാം. ഇത്രയും ചെറിയ ജീരകം അവിടെ ഇരുന്നോട്ടെ. പിന്നെ 6 ഏലക്കായ ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കുരുമുളക് ജീരകത്തിൻ്റെ പോലെ തന്നെ അവിടെ വെക്കണം. കുറച്ച് ഇത് ലാസ്റ്റിൽ ആവശ്യമുണ്ട്. പിന്നെ 2 കറുത്ത ഏലക്കായ, അതുപോലെ തന്നെ ജാതിക്ക, പിന്നെ ഗ്രാമ്പൂ, സ്റ്റാർ ഐൻസ്, പട്ട, പിന്നെ ജാതിപത്രി. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി നമ്മൾ വെച്ചില്ലേ ആ കുരുമുളക്, ജീരകം, പിന്നെ പട്ടയുടെ ഇല പീസാക്കിയിട്ടിടണം. പിന്നെ ആലു ബുഹാര എന്ന് പറഞ്ഞില്ലേ ഡ്രൈഡ് പ്ലംസ്, അത് 1 ഇട്ടാൽ മതി. അത് 2 പീസാക്കിയിട്ട് 1 ഇട്ടാൽ മതി. പിന്നെ ആ പൊടികളെല്ലാം ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഇനി നമ്മൾ ഒരു അടപ്പുള്ള പാത്രത്തിലാണ് ഇത് എടുക്കേണ്ടത്, എന്നാലേ അത് ഷെയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രം എടുത്തിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം.
ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ബോംബെ ബിരിയാണിയുടെ മസാല. അപ്പോൾ ബോംബെ ബിരിയാണിയും ബോംബെ ബിരിയാണി മസാലയും ഒക്കെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായിട്ട് വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.